ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തുള്ളതായ സ്നേഹ വന്ദനം നിങ്ങൾക്ക് ഏവർക്കും നൽകുന്നു. ഒപ്പം ഈ പുതുവർഷത്തിൻ്റെ എല്ലാ പുതുവർഷ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും പുതുവർഷത്തെ വളരെ ഉത്സാഹത്തോടെ വരവേൽക്കുന്നവരാണ്. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ, ശരിക്കും നമ്മൾ പറഞ്ഞാൽ പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഒരു വർഷത്തെ നമ്മൾ പറഞ്ഞു വിടുകയാണ്. രണ്ട്, പുതിയൊരു വർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എനിക്കുള്ള ചോദ്യം, നിങ്ങൾ നിശ്ചയമായും പുതുവർഷത്തിൽ നന്ദി അർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പുതുവർഷത്തിൽ നിങ്ങൾ നന്ദി അർപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തിന് വേണ്ടിയാണോ പുതുവർഷത്തിന് വേണ്ടിയാണോ? പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മളെല്ലാവരും നന്ദി അർപ്പിക്കൽ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. പല കാര്യങ്ങൾക്കും നമ്മൾ നന്ദി അർപ്പിക്കാറുണ്ട്. നന്ദി അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പന്തി ഭോജനത്തിന് ഇരിക്കാറുണ്ട്. ഭക്ഷണങ്ങൾ നമ്മൾ വിളമ്പാറുണ്ട്, ഭക്ഷിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ നന്ദി അർപ്പിക്കുന്നവരാണ്. നമ്മൾ ഒരു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തോട് നന്ദി പറയും. നമ്മൾ നന്ദി പറയുന്നത് നമുക്ക് ഈ ലഭിച്ച ഭക്ഷണത്തിന് വേണ്ടിയാണ് നന്ദി പറയുന്നത്. നിങ്ങളെ ഞാൻ വേദപുസ്തകത്തിലെ നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അല്പമായി ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. നമ്മൾ ആ ഭാഗത്ത് പരിശോധിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടൽക്കരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്ന് വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ സംഭവം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അനേകരെ കൊണ്ടുവരികയും കർത്താവായ യേശുക്രിസ്തു അവർക്കൊക്കെ സൗഖ്യം കൊടുക്കുകയും ചെയ്യുകയും ചെയ്തു. അങ്ങനെ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയതായി നമ്മൾ ഈ വേദഭാഗത്തിൽ കാണുകയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ നമ്മൾ അവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മളവിടെ നോക്കുമ്പോൾ ഈ 3 ദിവസം ഈ പ്രിയപ്പെട്ടവർ കർത്താവിനോട് കൂടെ ഇരുന്നു. അതിനുശേഷം കർത്താവ് അവരോട് പറയുകയാണ്, ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു എന്ന്. 32 മുതലുള്ള വാക്യം നമ്മൾ വായിച്ചാൽ, യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന്? കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 അപ്പമെന്നും ചെറിയ മീനും ഉണ്ട് എന്നവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മളിവിടെ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ കടന്നു വന്നതായ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെ നിന്ന് കൊടുക്കും? എന്നിട്ട് നിങ്ങളുടെ പക്കൽ എന്തുണ്ട്, എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 അപ്പം ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് മീനും ഉണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അത് ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ കർത്താവിൻ്റെ കയ്യിൽ വാങ്ങിയിട്ട്, നമ്മൾ ആ വാക്യം വായിച്ചത് ഇങ്ങനെയാണ്, 36-ാമത്തെ വാക്യം, ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി. നമ്മളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ കർത്താവ് യേശുക്രിസ്തു ഗേവ് താങ്ക്സ് ആൻഡ് ബ്രോക്ക് ഇറ്റ് എന്നാണ് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ,
എന്തിനാണ് കർത്താവ് യേശുക്രിസ്തു നന്ദി പറഞ്ഞത്? ഈ 7 അപ്പവും മീനും കിട്ടിയതിനാണോ കർത്താവ് യേശുക്രിസ്തു നന്ദി പറഞ്ഞത്? സാധാരണഗതിയിൽ നമ്മളൊക്കെ ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ നന്ദി പറയാറുണ്ട്. നമ്മൾ എന്തിനാണ് നന്ദി പറയുന്നത്? ഈ ലഭിച്ച ആഹാരത്തിന് വേണ്ടിയാണ് നന്ദി പറയുന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ഇപ്പോൾ ലഭിച്ച ഈ 7 അപ്പം മാത്രമേ ഉള്ളൂ. വളരെ പുരുഷാരമുണ്ട്. അവർക്ക് ഇത് കൊടുക്കേണ്ടതുണ്ട്. അവർക്കെല്ലാവർക്കും തൃപ്തിയാകത്തക്കവണ്ണം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അത്ഭുതം നടക്കേണ്ടതുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും എന്താ പ്രാർത്ഥിക്കുക? കർത്താവ് യേശുക്രിസ്തുവേ, അല്ലെങ്കിൽ ദൈവമേ, ഒരത്ഭുതം പ്രവർത്തിക്കണമേ, ഈ അത്ഭുതത്തിലൂടെ ഞങ്ങൾക്ക് ഇവരെ എല്ലാവരെയും പോഷിപ്പിക്കാൻ കഴിയുമാറാകണമേ എന്ന് നമ്മൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കും. എന്നതിന് ശേഷം അങ്ങനെ ഒരു അത്ഭുതം നടന്നാൽ നമ്മൾ എന്തു പറയും? ഞങ്ങൾക്ക് അത്ഭുതം നടത്തിയതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയും. എന്നാൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തു നമ്മൾ കാണുന്നത് ഈ 7 അപ്പം കയ്യിലെടുത്തിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് അത് നുറുക്കി എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അവരെ പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവരെല്ലാവരും തൃപ്തരായി ഭക്ഷിച്ചതിന് ശേഷം 7 കൊട്ട വീതം ശേഷിപ്പ് വന്നു എന്ന് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ ചോദ്യം, കർത്താവ് യേശുക്രിസ്തു എന്തിനാണ് നന്ദി പറഞ്ഞത്? എന്തിനാണ് കർത്താവ് യേശുക്രിസ്തു നന്ദി പറഞ്ഞത്? നമുക്ക് ഒരു ഭേദഭാഗം കൂടി ഒന്ന് പരിശോധിക്കാം. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 23 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കറിയാം. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് അതും. അതിങ്ങനെയാണ്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇവിടെയും കർത്താവായ യേശുക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി, അല്ലെങ്കിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി. ഇംഗ്ലീഷിൽ അവിടെയും നമ്മൾ കാണുന്നത് നന്ദി പറഞ്ഞു, അല്ലെങ്കിൽ താങ്ക്സ് കൊടുത്തു എന്നാണ്. ഈ ഗേവ് താങ്ക്സ് എന്നാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെയും എൻ്റെ ചോദ്യം, കർത്താവ് യേശുക്രിസ്തു എന്തിനാണ് നന്ദി പറഞ്ഞത്? ഈ അപ്പം ലഭിച്ചതിന് വേണ്ടിയാണോ? എന്തിനായിരിക്കും കർത്താവായ യേശുക്രിസ്തു നന്ദി പറഞ്ഞത്? പ്രിയമുള്ളവരെ, വേറൊരു ഭാഗത്തുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം നമുക്ക് വളരെ സുപരിചിതമായ അധ്യായമാണ്. അവിടെ ലാസറിൻ്റെ കഥയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ലാസറിൻ്റെ അനുഭവമാണ് പറയുന്നത്. ലാസർ ദീനമായി കിടന്നതും കർത്താവിനെ അറിയിക്കുന്നതും കർത്താവ് വരാൻ താമസിക്കുന്നതും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നതും 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം വരുന്നതും ഒക്കെ നമുക്കറിയാം. പക്ഷേ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാനുള്ളത് അതിൻ്റെ 40 മുതലുള്ളതായ വാക്യത്തിലേക്കാണ്. 11-ാമത്തെ അധ്യായം 40 മുതലുള്ളതായ വേദഭാഗത്തോട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞു. നോക്കണം പ്രിയമുള്ളവരെ, ഈ ഭാഗത്ത് കർത്താവ് യേശുക്രിസ്തു കല്ലറയുടെ കല്ല് നീക്കിയിട്ട് മേലോട്ട് നോക്കി കർത്താവിന് നന്ദി പറയുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. എന്തിനായിരിക്കും കർത്താവ് ഇവിടെ നന്ദി പറഞ്ഞത്? ലാസർ പുറത്ത് വന്നിട്ടില്ല. ലാസറിനോട് പുറത്തു വരുവാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കർത്താവ് നന്ദി പറയുകയാണ്. നമ്മൾ വായിച്ചതായ ഈ 3 ഭാഗത്തിലും കർത്താവ് യേശുക്രിസ്തു ഈസ് ഗിവിങ് താങ്ക്സ് ഇൻ അഡ്വാൻസ്. എൻ്റെ ചോദ്യം പ്രിയമുള്ളവരെ, ഈ പുതുവർഷത്തിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയാനായി കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് നന്ദി പറയാൻ പോകുന്നത്? ഈ കഴിഞ്ഞൊരു വർഷം മുഴുവൻ ദൈവം നമ്മളെ നടത്തിയതിന് വേണ്ടിയാണോ? തീർച്ചയായിട്ടും കഴിഞ്ഞൊരു വർഷം മുഴുവൻ ദൈവം നമ്മളെ നടത്തിയതിന് നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടവരാണ്. കാരണം എത്രയോ പേരെ നമ്മൾ, എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ രാത്രിയെ കണ്ടവർക്ക് പോലും ഈ വർഷത്തിൻ്റെ പുലരിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചെങ്കിൽ അതിന് തീർച്ചയായും നമ്മൾ നന്ദി പറയേണ്ടവരാണ്. എന്നാൽ നമ്മളൊരു പുതുവർഷത്തെ വരവേൽക്കുകയാണ്. ഈ പുതുവർഷത്തിൽ നമ്മൾ എന്ത് നന്ദിയാണ് പറയുന്നത്? ഈ പുതുവർഷത്തെ കണ്ടതിനാണോ നമ്മൾ നന്ദി പറയുന്നത്? അതോ പുതുവർഷം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി ദൈവം നമുക്ക് വേണ്ടി തീർത്തിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ നമ്മൾ നന്ദി പറയേണ്ടത്? മാർത്തയോട് കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുമെന്ന്, കർത്താവ് യേശുക്രിസ്തു ഉയർപ്പിക്കുന്നതിന് മുമ്പേ നീ വിശ്വസിക്കണമെന്ന് കർത്താവ് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു കല്ലറയുടെ കല്ല് മാറ്റിയിട്ട് ദൈവത്തോട് നന്ദി പറയുകയാണ്. എന്തിനാണ് നന്ദി പറയുന്നത്?
നീ എൻ്റെ അപേക്ഷ കേട്ടിരിക്കയാൽ, കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് ആക്ച്വലി അവിടെ ഒന്നും അപേക്ഷിച്ചില്ല, ഇനിയാണ് അപേക്ഷിക്കാൻ പോകുന്നത്. എന്നാൽ അപേക്ഷിക്കുന്നതിന് മുമ്പേ എൻ്റെ അപേക്ഷ നീ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു പുതുവർഷത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ പുതുവർഷം ദൈവം നമുക്ക് മാറ്റിത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് മാറ്റി തന്നതിന് നന്ദി പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് യേശു ക്രിസ്തു അപ്പമെടുത്ത് നുറുക്കിയപ്പോഴും നമ്മൾ ആ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചത് നന്ദി പറഞ്ഞു എന്നാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഇത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ പന്തിഭോജനമാണ്. അവിടെ വെച്ച് കർത്താവ് നന്ദി പറയുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിനറിയാം അല്പം കഴിഞ്ഞിട്ട് കർത്താവിന് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവിടെ എന്തിനാണ് നന്ദി പറഞ്ഞത്? ഈ അപ്പത്തിന് വേണ്ടിയാണോ, ഈ വീഞ്ഞിന് വേണ്ടിയാണോ കർത്താവ് യേശു ക്രിസ്തു നന്ദി പറഞ്ഞത്? ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. കർത്താവ് യേശു ക്രിസ്തു നന്ദി പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന അപ്പത്തെ കുറിച്ചുകൊണ്ടാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാകുന്ന വീഞ്ഞിനെ കുറിച്ചുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടാൻ പോകുന്ന ശരീരമായതുകൊണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചീന്തപ്പെടാൻ പോകുന്ന രക്തമായതുകൊണ്ട്, ഈ ശരീരവും ഈ രക്തവും നിങ്ങളെ വീണ്ടെടുക്കാൻ പോകുന്നത് കൊണ്ട്, നിങ്ങളെ ഈ ശരീരവും രക്തവും ചീന്തുന്നത് കൊണ്ട്, ഈ ശരീരം നുറുക്കപ്പെടുന്നത് കൊണ്ട്, ഈ രക്തം ചീന്തപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ വീണ്ടെടുക്കപ്പെടും. നിങ്ങളുടെ മേൽ കിടക്കുന്നതായ പാപത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ഭീരുത്വം, ആ മരണത്തിൻ്റെ ഭീരുത്വം, ആ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൻ്റെ ശിക്ഷ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോകും. അത് ഞാൻ നീക്കിയിരിക്കുന്നു എന്നതുകൊണ്ട്, നിങ്ങൾ ഇനി മരിക്കുകയില്ല എന്നതുകൊണ്ട് കർത്താവ് ദൈവത്തിന് മുന്നമേ നന്ദി പറയുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ നന്ദി പറയാൻ കഴിയുമോ? കർത്താവ് യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും ലോകസ്ഥാപനത്തിന് മുമ്പേ ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട്, എൻ്റെയും നിങ്ങളുടെയും പേരുകൾ ലോകസ്ഥാപനത്തിന് മുമ്പേ പേരെഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഈ പുതുവർഷത്തിൽ കഴിഞ്ഞൊരു വർഷത്തെ നോക്കിക്കൊണ്ട് നമുക്ക് നന്ദി പറയാൻ കഴിയുമെങ്കിൽ, ഈ പുതുവർഷത്തിൽ കർത്താവ് നമ്മളെ സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ നന്ദി പറയുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, ഇൻ അഡ്വാൻസ് ക്യാൻ വി ഗിവ് താങ്ക്സ്. കർത്താവ് യേശു ക്രിസ്തു അഡ്വാൻസായിട്ട് നന്ദി പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ തുടരുവാൻ അല്ലെങ്കിൽ പിൻപറ്റുവാൻ തുടങ്ങുവാൻ നമുക്ക് കഴിയുമോ? എത്രയോ പുതുവർഷങ്ങൾ ഒരുപക്ഷെ ഇതിനോടകം നമ്മൾ കണ്ടിട്ടുണ്ടാവാം. എത്രയോ പുതുവർഷത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വേദഭാഗത്തിലൂടെ 3 ഉദാഹരണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷത്തിൽ അവിടെ അവർക്ക് അപ്പം കൊണ്ടുവന്നു. കർത്താവ് അതെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ അപ്പത്തിന് വേണ്ടിയല്ല കർത്താവായ യേശു ക്രിസ്തു നന്ദി പറഞ്ഞത്. പിന്നെയോ ഇതെന്താണ്? ഇത് ദൈവം പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കുന്ന അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ മന്നയാണ്. ഈ മന്ന 7 കൊട്ട അവസാനം ശേഷിപ്പിച്ചത് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 7 സഭകളുടെ കാര്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ ലോകത്തിലെ 7 കാലഘട്ടത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് നൽകുവാൻ, അല്ലെങ്കിൽ മനുഷ്യർക്ക് നൽകുവാൻ ദൈവം നൽകിയിരിക്കുന്നതായ ഒരു പുതിയ വെളിച്ചത്തിൻ്റെ ജീവൻ്റെ അപ്പത്തിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ദൈവം ഇത് നൽകാൻ പോകുന്നത് കൊണ്ട്, ഇത് നൽകിയിരിക്കുന്നത് കൊണ്ട്, ആ ജീവൻ്റെ അപ്പം ലോക മനുഷ്യരെ വെളിച്ചത്തിലേക്ക്, പുതുജീവനിലേക്ക് നടത്തുമെന്ന്, നിത്യതയിലേക്ക് നടത്തുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട് ദൈവം അവിടെ അഡ്വാൻസായിട്ട് നന്ദി പറയുകയാണ്. നമ്മൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വർഗത്തിൽ ഉണ്ട്, സ്വർഗത്തിൽ നമ്മൾ കാണും, ദൈവം നമ്മളെ നിശ്ചയമായും സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നന്ദി പറയാൻ കഴിയുമോ? അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എനിക്കൊരു കാര്യത്തിൽ നിശ്ചയമുണ്ട്. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ഞാൻ നല്ല പോർ പൊരുതു, എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നു എന്ന ഒരുറപ്പ് അപ്പോസ്തലനായ പൗലോസിനുണ്ട്. അത് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഈ പോരാട്ട ജീവിതത്തിൽ പങ്കെടുത്ത് പിശാചിനോട് പോരാടി, അവിശ്വാസത്തോട് പോരാടി, നമുക്ക് ദൈനംദിനം ഉണ്ടായിരിക്കുന്നതായ വിശ്വാസത്തിന് എതിരായി വന്നിരിക്കുന്നത് എല്ലാത്തിനോടും പോരാടി വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഓട്ടമോടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും, എനിക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു എന്ന്. വെച്ചിരിക്കുന്നു എന്നല്ല പ്രിയമുള്ളവരെ, ആ നീതിയുടെ കിരീടം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ. അങ്ങനെയെങ്കിൽ ആ നീതിയുടെ കിരീടം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു
എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഓരോ പുതുവർഷത്തിലും ആ പുതുവർഷത്തെ കാണുവാൻ നമുക്ക് അവസരമുണ്ടാകുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ജീവൻ്റെ പുസ്തകത്തിൽ ദൈവം എൻ്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നത് കൊണ്ട് ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈ പുതുവർഷം എൻ്റെ ജീവിതത്തിലെ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം എനിക്ക് ശക്തി പകർന്നിരിക്കുക, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയുവാൻ നമ്മൾക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയാനേ കഴിയത്തുള്ളൂ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നതായ ഓരോ പോരാട്ടത്തെയും അതിജീവിക്കുവാൻ ദൈവം നമുക്ക് ശക്തി തന്നതുകൊണ്ട് നമുക്ക് നന്ദി പറയാൻ കഴിയുമോ? അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല പോർ പൊരുതി. നമുക്കും പറയാൻ കഴിയുമോ? ഞാൻ നല്ല പോർ പൊരുതി. ആ പൊരുതുവാനുള്ള ശക്തി എനിക്ക് ദൈവം നേരത്തെ തന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നീതിയുടെ കിരീടം എനിക്കായി ലഭിച്ചിരിക്കുന്നു. എനിക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി കർത്താവ് അത് വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിന് അഡ്വാൻസായി നന്ദി പറയാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഈ വായിച്ചതായ 3 ഭാഗത്തിലും നേരത്തെ ഇൻ അഡ്വാൻസ് നന്ദി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഒന്ന്, തൻ്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെടാൻ പോകുന്നു. അത് പോകുന്നതിന് മുമ്പേ അത് നുറുക്കപ്പെടുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. ആ ക്രൂശ് മരണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതായ രക്ഷ. അങ്ങനെ ആ ക്രൂശ് മരണത്തിലൂടെ നമുക്കെല്ലാവർക്കും രക്ഷ ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് കണ്ടതുകൊണ്ട് അതോർത്ത് കർത്താവ് മുന്നമേ നന്ദി പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും എൻ്റെയും നിങ്ങളുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ പുതുവർഷത്തിലും കഴിഞ്ഞ കാലങ്ങളെ നോക്കി, കഴിഞ്ഞ സംഭവങ്ങളെ നോക്കി നമ്മൾ നന്ദി പറയുന്നവരാണ്. അത് അത്യാവശ്യമാണ്, അത് ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ പുതുവർഷത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി നമ്മൾ പറയുന്നതിന് മുമ്പേ, നമ്മൾ അപേക്ഷിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുതുവർഷത്തെ സ്വീകരിക്കാൻ കഴിയുമോ? ഈ പുതുവർഷത്തെ വരവേൽക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ കല്ലറക്കൽ വന്ന് കല്ല് നീക്കുവാൻ പറഞ്ഞു. ആളുകൾ പറഞ്ഞു, എന്താണ് ചെയ്യാൻ പോകുന്നത്? 4 ദിവസമായി നാറ്റം വെക്കും. പക്ഷെ കർത്താവിനറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവിനറിയാം. നമ്മൾ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ നമ്മുടെ പാപത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം. അതറിഞ്ഞുകൊണ്ടാണ് ദൈവം നേരത്തെ നന്ദി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പുതുവർഷത്തിൽ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ വലിയ സൗഭാഗ്യത്തെ കണ്ടുകൊണ്ട്, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ വലിയ സ്വർഗീയ അനുഭവത്തെ കണ്ടുകൊണ്ട് നമുക്ക് നന്ദി പറയാൻ കഴിയുമോ? അങ്ങനെയുള്ളൊരു നന്ദിയുടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, നമുക്ക് ആ നന്ദി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോട് ആ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നമുക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും. പ്രിയമുള്ളവരെ, ഇന്ന് വരെ കണ്ടതുപോലെയല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? നാളത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ മുമ്പിൽ കാണുന്നത് ആശങ്കകളാണ്, പ്രതിസന്ധികളാണ്, ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ഇന്ന് ചുറ്റുപാടും ഇന്നലേക്ക് നോക്കുമ്പോൾ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. രോഗങ്ങളും പ്രയാസങ്ങളും യുദ്ധങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവം നമ്മളെ സുരക്ഷിതമായി കാത്തുപരിപാലിച്ചിരിക്കുന്നു. സുരക്ഷിതമായി കഴിഞ്ഞ വർഷത്തിലല്ല, സുരക്ഷിതമായി ഈ വരുന്ന വർഷത്തിലേക്ക് നമ്മളെ കാത്തുപരിപാലിച്ചിരിക്കുന്നു. ആ സുരക്ഷിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, അങ്ങനെ നന്ദി പറയാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പുതുവർഷ ആഘോഷങ്ങൾ, നമ്മുടെ പുതുവർഷ വരവേൽപ്പുകൾ വെറും ഒരു ചടങ്ങ് മാത്രമായി തീരും. അതിനകത്ത് ഒന്നും യാഥാർത്ഥ്യമായി കാണുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, കഴിഞ്ഞ പുതുവർഷത്തിൽ നമ്മൾ എടുത്ത തീരുമാനത്തിൽ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? നമ്മൾ അതേ തീരുമാനങ്ങൾ ഈ പുതുവർഷത്തിൽ വീണ്ടും നമുക്ക് പുതുക്കേണ്ടി വരികയാണ്. അതിൻ്റെ കാരണം എന്താണ്? ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ നന്ദി പറയുന്നതിൽ പലപ്പോഴും പുറമോട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളവിടെ വിശ്വസ്തരല്ലാതായി അവിശ്വാസത്തോടെ നമ്മൾ പുറമോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പല കാര്യത്തിലും സംശയങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരു കാര്യത്തിനും യാതൊരു വിധമായ സംശയമില്ല. ദൈവം 3 വേദഭാഗത്തിൽ നമ്മൾ കണ്ടപ്പോഴും ദൈവം എന്ത് ചെയ്തു? ഇൻ അഡ്വാൻസ് ദൈവം നന്ദി പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്
എല്ലാവർക്കും കൊടുത്തതിന് ശേഷം 7 കൊട്ട മിച്ചം വരുന്നതാണ്, അല്ലെങ്കിൽ ശേഷിപ്പ് വരുന്നതാണ്. തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ അവിടെയും 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം 12 കൊട്ട മിച്ചം വന്നത് കാണാൻ കഴിയും. അവിടെയും ദൈവം അപ്പം നുറുക്കുന്നതിന് മുമ്പേ നന്ദി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആ 12 കൊട്ട ശേഷിപ്പിച്ചത് ഒരുപക്ഷെ 12 ശിഷ്യന്മാർക്ക് 1 കൊട്ട വീതം ശേഷിപ്പിച്ചതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ 12 ഗോത്രപിതാക്കന്മാർക്ക് വേണ്ടി, 12 ഗോത്രങ്ങൾക്ക് വേണ്ടി 12 കൊട്ട ശേഷിപ്പിച്ചായിരിക്കാം. എന്തായാലും ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ മന്നയെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ വചനത്തെ സൂചിപ്പിക്കുന്നതാണ്. ദൈവം പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ആ ജീവൻ്റെ അപ്പം 12 ഗോത്രത്തിനും കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 12 അപ്പം 12 കൊട്ട ശേഷിച്ചു. രണ്ടാമത്തെ ഭാഗത്ത് വന്നപ്പോൾ ഇനി അത് 7 സഭകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ അത് 7 കൊട്ടയായി ശേഷിച്ചു. ഇങ്ങനെ ശേഷിച്ചതുകൊണ്ട്, അങ്ങനെ ആ സുവിശേഷം നമ്മളിൽ എത്തിയത് കൊണ്ട്, നമുക്ക് രക്ഷയുടെ അനുഭവത്തിൽ കടക്കാൻ കഴിഞ്ഞതുകൊണ്ട്, രക്ഷയിൽ ദൈവം നമ്മളെ ചേർക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ആ ചേർക്കും എന്നുള്ളതായ ആ കാര്യത്തെ ദൈവം എന്നെ ചേർത്തിരിക്കുന്നു. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, ഇവിടെ അല്ല എന്നതായ ഉറപ്പോടുകൂടി നമുക്ക് നന്ദി പറയുവാൻ ഈ പുതുവർഷത്തിൽ കഴിയുമോ? ഈ പുതുവർഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു നന്ദി പറയാം. ദൈവം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിരിക്കുന്നു. ദൈവം ഈ പുതുവർഷം എനിക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തന്നിരിക്കുന്നത് കൊണ്ട് ദൈവമേ നിനക്ക് നന്ദി. അങ്ങനെ നന്ദി പറയുവാൻ ഈ വർഷം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും, ഈ പുതുവർഷം നിങ്ങൾക്ക് എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ഈ പുതുവർഷത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോട് നന്ദി പറയുവാൻ കഴിഞ്ഞതിനെ മാത്രം ഓർത്തുകൊണ്ടല്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി മുന്നമേ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നന്ദി പറയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പുതുവർഷം ഏറ്റവും അനുഗ്രഹപ്പെട്ടതായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കയാൽ നന്ദി കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഒരിക്കൽ കൂടി ഏറ്റവും നല്ല ഒരു പുതുവർഷം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.